ഹിമാലയനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇന്ന് നമുക്കൊന്ന് ചിമ്മീൻ ഇടാൻ വരെ പോയാലോ? നമ്മള് മാത്രല്ലട്ടോ, കൂട്ടായിട്ട് ദേ ഇവരുണ്ട്. ഈ വഴിയിൽ കൂടി ഒരിക്കലെങ്കിലും ഒന്ന് പോയിരിക്കേണ്ടതാണ്. ചുറ്റിനും മരങ്ങളൊക്കെയായി ഒരു വൈബ് സ്ഥലം. തൃശ്ശൂരിൽ നിന്ന് അമ്പലൂർ വഴി ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിമ്മിനി വനമേഖല എത്തും. ഒരു ന്യൂനമർദ്ദം അറബിക്കടലിൽ ഉണ്ടായിട്ടുണ്ടെന്നെ ഞങ്ങൾ പോയ ദിവസം മഴ ഇങ്ങനെ ഒളിച്ചും കണ്ട് പെയ്യണ്ടായിരുന്നു. അല്ലെങ്കിലും വണ്ടി കഴുകണ ദിവസം എത്ര വെയിലാണെങ്കിലും നനയ്ക്ക് ഒരു മഴ എത്തണ പതിവാ. ഈ മഴയത്ത് ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയല്ലേ. നനഞ്ഞു കിടക്കുന്ന റോഡും മഴത്തുള്ളികളെ തടഞ്ഞു നിർത്തി മഴ പെയ്യുന്ന മരങ്ങളൊക്കെ കൂടി ഒരു വല്ലാത്ത വൈബ്. എന്ത് വൈബ്? മഴ വൈബ്. മഴ കഠിനായിട്ട് പെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തോണ്ട് തന്നെ തോന്നണു. ആകാശത്തെ മേഘങ്ങളൊക്കെ നോക്കിയേ മൊത്തത്തിൽ കറുത്തിരിക്കുകയാണ്. ആനകളും പുലികളൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങാറുള്ള വഴിയാണെന്നാണ് കേട്ടിരിക്കുന്നത്. വീക്കെൻഡ് ആയിട്ടും വഴിയിലൊന്നൊട്ടും തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ എൻട്രൻസിലെത്തി. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക്. ദേ നമ്മുടെ മുന്നിലേക്ക് ഒരു മയിൽ പറന്നിറങ്ങി. ബൈക്ക് പാർക്ക് ചെയ്ത് ഡാം ഏരിയയിലേക്ക് നടന്നു. എന്താ ഒരു വ്യൂവും ക്ലൈമറ്റും. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരു കുട്ടവഞ്ചി റൈഡ് പോകാൻ തന്നെ തീരുമാനിച്ചു. 4 പേർക്ക് 400 രൂപക്ക് 20 മിനിറ്റ് നേരാട്ടോ റൈഡ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ദാ ലൈഫ് ജാക്കറ്റുമായി നമ്മുടെ സാരഥി എത്തി. ആദ്യമായിട്ട് കയറുന്നോണ്ട് തന്നെ ഒരു കുഞ്ഞു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഗൈഡ് വഞ്ചി തുടങ്ങിയോണ്ട് തന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ തുടങ്ങി. അവിടെ അങ്ങറ്റത്ത് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന ആള് പറയലും മഴ എത്തിയതും ഒരുമിച്ചായിരുന്നു. വെള്ളത്തിലിരുന്നിട്ട് മഴ പെയ്യണ കാണാൻ നല്ല രസമായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആവട്ടോ റൈഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സമയം. ഏകദേശം 20 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം കരയിലേക്ക് തിരിച്ചെത്താനായി. അപ്പോഴാണ് പുള്ളി കുട്ടവഞ്ചി ചെറുതായിട്ട് കറക്കാൻ തുടങ്ങിയത്. ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും പിന്നെ ആ സ്പീഡ് അങ്ങോട്ട് കൂട്ടി. അയ്യോ എൻ്റെ അമ്മേ, തല ഒന്ന് കറങ്ങിയാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കറക്കം നിന്നിട്ട് തലയൊക്കെ ഓക്കെ ആയിട്ട് പിന്നെ ഒന്ന് ഊഞ്ഞാലാടാൻ പോയി. മറ്റുള്ള ഡാമിനെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഈ ഡാമിന്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഊഞ്ഞാലാടം പറ്റണ ഇവിടെ മാത്രമാണെന്ന് തോന്നണു. പിന്നെ നേരെ പോയത് ഡാമിന്റെ മേലേക്കാണ്. ഒരിച്ചിരി നടക്കാനുണ്ട് കേട്ടോ. എൻട്രി റെസ്ട്രിക്റ്റഡ് ഏരിയക്ക് തൊട്ടു മുന്നിലുള്ള ഡാമിന്റെ വ്യൂ ആട്ടോ കാണാനായിട്ട് ഏറ്റവും ഭംഗി. കുറച്ചേരം അവിടെ നിന്ന് കത്തി വെച്ചിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയും പൊട്ടിച്ച് തിരിച്ചു നടന്നു. മരങ്ങളൊക്കെ നോക്കിയേ, എന്തായാലേ രസം. മഴയും കൂടിയുള്ള ടൈം ആയതുകൊണ്ട് മൊത്തത്തിൽ ഹരിതാപയും പച്ചപ്പും കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെയുള്ള നക്ഷത്രവനത്തിലേക്ക് നടന്നു. അപ്പോഴേക്കും ചെറുതായിട്ടൊരു മഴ വന്നു. അത് പിന്നെ ഒരു ഇത്തിരി കൂടി. പിന്നെ അങ്ങോട്ട് അതൊരു പെരുമഴയായി മാറുകയും കുടയുണ്ടായിട്ട് കൂടി മഴ അത്യാവശ്യം ഞങ്ങളെ നനച്ചു. ഓരോ നക്ഷത്രങ്ങളുടെ പേരിലും മരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പൊ 2 മണി ആവാറായി. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്നിറങ്ങി ആമ്പലൂറുള്ള മോഹനേട്ടന്റെ തട്ടുകടയിലോട്ട് കയറി. പൊറോട്ടയും ബീഫും കൊള്ളിയും കൂന്തലും ഒക്കെ ഓർഡർ ചെയ്തു. ഇതൊക്കെ നന്നായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു കട്ടൻ ചായയും കുടിച്ച് അവസാനിപ്പിച്ചു. അപ്പോഴും മഴ തകർത്ത് പെയ്യുണ്ടായിരുന്നു. അവിടെ നിന്നിറങ്ങി പിന്നെ വീട്ടിലേക്ക്. അപ്പൊ ഓക്കെ, ബൈ.